നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെ 36ാം സ്ഥാപക ദിനത്തിൽ ജന്മദിന സന്ദേശവുമായി ഇസ്രായേൽ. ഇത് ഹമാസിന്റെ അവസാനത്തെ ജന്മദിനമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ഇസ്രായേൽ പറയുന്നത്. ഇതേ ദിവസം 36 വർഷങ്ങൾക്ക് മുൻപാണ് ഹമാസ് സ്ഥാപിതമായത്. ഇത് അവരുടെ അവസാനത്തെ ജന്മദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും സന്ദേശത്തിൽ പറയുന്നു. ഒരു കേക്കും അതിനു മുകളിലായി മെഴുകുതിരികളുടെ സ്ഥാനത്ത് റോക്കറ്റുകളും വെച്ചൊരു ചിത്രവും ഇതോടൊപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗാസയെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കേക്കിന്റെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഹമാസുമായുള്ള പോരാട്ടം എത്ര നാൾ നീണ്ടു നിന്നാലും അതിന്റെ ലക്ഷ്യം കാണാതെ പിന്മാറില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വിജയം നേടുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇന്ന് തങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചാൽ നാളെ ഇതേ സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്നും എല്ലാത്തിനും അവസാനം കാണാനാണ് ഈ പോരാട്ടമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും യുദ്ധം തുടരുമെന്നാണ് തങ്ങളുടെ നിലപാടെന്ന് വിദേശകാര്യമന്ത്രി എലി കോഹനും പറഞ്ഞു. അതേസമയം ഗാസയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചു. സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നതിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര പ്രതിഷേധവും അമേരിക്കയ്ക്കെതിരെ വിമർശനങ്ങളും ഉയരുന്നതിനിടെയാണ് ഈ അഭ്യർത്ഥന. ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ 12 പലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി ഭീകരരെ പിടികൂടാൻ ഈ റെയ്ഡ് സഹായിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. സമീപ വർഷങ്ങളിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലെ വാസസ്ഥലങ്ങൾ വളരെയധികം കയ്യേറിയിരുന്നു. പലസ്തീൻ രാഷ്ട്രത്തിന് കുറച്ച് പ്രദേശം മാത്രമാണ് വിട്ടുകൊടുത്തത്. ഹമാസ് നിയന്ത്രിത പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ 18,400 പലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ദക്ഷിണ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200ഓളം പേർ കൊല്ലപ്പെടുകയും 240ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ ആക്രമണത്തിൽ 113 സൈനികർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ പറയുന്നു. ഗാസയിലെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഇസ്രായേൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ആവശ്യപ്പെട്ടു. സാധാരണക്കാരുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാം എന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ഹമാസിനെ പിന്തുടരുന്നത് നിർത്തരുത്, എന്നാൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുക. വാഷിംഗ്ടണിനടുത്തുള്ള ഒരു മെഡിക്കൽ റിസർച്ച് സെന്ററിൽ നടന്ന ഒരു പരിപാടിക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ബൈഡൻ ഇക്കാര്യം പറഞ്ഞത്. ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് മാറി കൂടുതൽ കൃത്യമായ യുദ്ധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഹമാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ പറഞ്ഞു. അധിനിവേശ വെസ്റ്റ് ബാങ്ക് നഗരമായ ജനീനിലെ ഒരു പള്ളിയിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തുകയും ജൂത പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ 12 പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും ആക്രമണത്തിൽ നിരവധി ഭീകരരെ പിടികൂടാൻ കഴിഞ്ഞതായും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. പള്ളിയെ ചില ഇസ്രായേൽ സൈനികർ പള്ളി അവഹേളിച്ചത് മതപരമായ സംഘർഷത്തിന് കാരണമായെന്നും പ്രസ്താവനയിൽ പറയുന്നു. സൈനികരോട് അച്ചടക്കം പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും IDF പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ ഭാവി സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ കേന്ദ്രമായാണ് പലസ്തീനുകൾ കാണുന്നത്.